അത്യാവശ്യം മോശമല്ലാത്ത സൈസുള്ള കടുവനെയും പിലോപ്പിനെയും കിട്ടി. സാധാരണ അവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുറിച്ച് നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതിനെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ട്രൗസർ കയറും. എന്നപ്പോൾ എന്താക്കി, മുളകിട്ട് വറ്റിക്കാനങ്ങ് വെച്ച്. അങ്ങനെ അച്ഛൻ മുറിക്കൽ മഹാ തുടങ്ങി. കടുവിനെ മുറിക്കുക, പിലോപ്പിനെ മുറിക്കുക. അത് ചില്ലറ പണിയൊന്നുമല്ല. 2 വശത്തെ മുള്ളൊക്കെ പോകി അതിൻ്റെ തോലൊക്കെ പറഞ്ഞ് കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ കടുവിനെ മുറിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മുള്ളാണ്. മുള്ള് കുത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഡോക്ടറെ കാണിച്ച് ട്രീറ്റ് അടിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ വാർത്തയിൽ കേൾക്കുന്നുണ്ടല്ലേ, പല പ്രശ്നങ്ങൾ വന്ന് കൈമുറിച്ച് കളയേണ്ട അവസ്ഥയടക്കം ഓരോരുത്തർക്ക് വന്നിട്ടുണ്ടല്ലേ. അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം മുറിക്കുന്നതിന് മുന്നേ അതിൻ്റെ മുള്ളങ്ങ് പൊട്ടിച്ച് കളയുക, എന്നിട്ട് മുറിക്കുക. പിന്നെ ചട്ടിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ കലക്കി അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് പകുതി വേഗമാകുമ്പോൾ മീനിടുക, എന്നിട്ട് വറ്റിച്ചെടുക്കുക. അതാണ്ടോ ഈ ഒരു പരിവാവും. നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ കഴിക്കാൻ.